ഞാൻ എൻ്റെ ഒരു രാത്രി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഓർത്തു. ഞാനൊരു ഹൗസ് വൈഫും സ്റ്റുഡൻറ്റും ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടെ ആട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഉറങ്ങുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അവൻ ഒട്ടും സമ്മതിക്കില്ല പഠിക്കാനായിട്ട്. അതുകൊണ്ട് അവൻ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ രാത്രി നിന്ന് പഠിക്കുക. പൊതുവെ ഒരു 12 മണി കഴിഞ്ഞ് ഒരു തോന്നലിൽ പഠിക്കാനിരിക്കുക ചെയ്യാറ്. എപ്പോൾ ഉറക്കം വരുന്നോ അപ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് പഠിക്കാനിരുന്നത് 12:30 ആ സമയത്ത് പഠിക്കാമായിരുന്നു. ഒരു 2 ആഴ്ച ചെറിയൊരു മടി വന്നു. അപ്പോൾ പെൻഡിങ് ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ചെറിയ PG വർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തോയെന്ന് പറഞ്ഞാൽ ചെയ്തില്ല, ആ ഒരു കണക്കാണ്. കുറേയൊക്കെ നോട്ട്സ് എഴുതി, പെൻഡിങ് നോട്ട്സ് ഉണ്ടായിരുന്നു, എഴുതി തീർത്തു. ഒരു 2:30 കൂടിയിട്ട് ഉറക്കം വന്ന് ഒട്ടും പറ്റാതെ ആയപ്പോൾ പോയി കിടന്നു. പിന്നെ ഉറക്കം വരാതിരിക്കാനായിട്ട് കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും കുറച്ച് വെള്ളം കുടിച്ചും റെസ്റ്റ് എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരുന്നും ഒക്കെ ഒരുവിധം കുറച്ച് നോട്ട്സൊക്കെ മിച്ചമുള്ളതൊക്കെ എഴുതി തീർത്തു. അങ്ങനെയാണ് എൻ്റെ ഒരു രാത്രി. മിക്കപ്പോഴും രാത്രിയിലായിരുന്നു പഠിക്കാറ്. എൻ്റെ കുഞ്ഞൊട്ടും സമ്മതിക്കില്ല, അവന് 1.5 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോൾ ഉറക്കം വരുന്നു അപ്പോൾ അങ്ങോട്ട് കിടന്നുറങ്ങും. പഠിക്കേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പഠിക്കില്ല. അങ്ങനെയാണ്, അല്ലാതെ ഒരു സ്ട്രെസ് ചെയ്ത് ഞാൻ പഠിക്കാനിരിക്കാറില്ല. കാര്യം ഒരു മടുപ്പ് തോന്നിയാൽ പിന്നെ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഒരു തിരിവിന് പഠിക്കാനിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ 2:30 കിടന്നുറങ്ങി. ഞാൻ പിന്നെ ഒരു 5 മണിയായപ്പോൾ എണീറ്റു, പല്ലേച്ചു, കുളിച്ചു, പിന്നെ വിളക്ക് വെച്ചു. വിളക്ക് വെപ്പ് എൻ്റെ മടി മാറാൻ വേണ്ടി ചെയ്താട്ടോ. ഞാൻ ശരിക്കും ഒരു നൈറ്റിംഗ് ഓളാണ്. എനിക്ക് രാവിലെ എണീക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ പിന്നെ വിളക്ക് വെക്കണമല്ലോ എന്നോർത്ത് എണീക്കണമല്ലോ, അങ്ങനെ റെഡിയാക്കിയതാണ് ഈ വിളക്ക് വെപ്പ്. ഇല്ലെങ്കിൽ വൈകുന്നേരമാണ് ഞാൻ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലലാണ് പതിവ്. അങ്ങനെ രാവിലെ വിളക്ക് വയ്ക്കാൻ തുടങ്ങി. പിന്നെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് രാവിലെ ഒരു ചെറിയ സ്നാക്സായിട്ട് 2 ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും, വെള്ളവും കുടിക്കും. ചില ദിവസങ്ങളിൽ മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. അതൊക്കെ ഒരു തിരിവാണ്. പിന്നെ കട്ടൻ വെച്ചു. ഹസ്ബൻഡിനൊക്കെ രാവിലെ ആളുടെ ഒരു പണിയും നടക്കില്ല. കട്ടയിൽ നിന്ന് എണീക്കണേ അവിടെ മേശപ്പുറത്ത് കട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം ഗ്ലാസ്സിൽ. അങ്ങനെയാണ് ആളുടെ പതിവ്. പിന്നെ ഞാനപ്പോൾ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കട്ടനാക്കി പകർത്തി വെച്ച് ബാക്കിയുള്ളതിലേക്ക് പാലും പഞ്ചാരയും കൂടെ കടുപ്പത്തിനുള്ള തേയിലയും കൂടെ ഇട്ട് പകർത്ത് റെഡിയാക്കി ചെയ്യാറ്. അതാകുമ്പോൾ പാത്രവും കഴുകാനുണ്ടാവില്ല, അധികം പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. രാത്രി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ പണിയൊതുക്കി തീരും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം.